ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ക്യാമ്പയിനാണ്. ക്യാമ്പയിൻ എന്ന് പറയുന്നത് നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുള്ള ടൂളാണ് ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് കസ്റ്റമറോട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ബൾക്കായിട്ട് അയക്കാൻ പറ്റും. അത് ലിമിറ്റ് തീരുമാനിക്കുന്നത് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ബിസിനസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 1000 മെസ്സേജ് ആയിരിക്കും പെർ ഡേ അയക്കാനുള്ള ലിമിറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് 10000 മെസ്സേജായി ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിടും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മെസ്സേജ് അയച്ച് ഒരു 2-3 ദിവസം 10000 മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെർ ഡേ 1 lakh മെസ്സേജ് നമുക്ക് ലിമിറ്റ് തരും. അത് കുറച്ചുകൂടി കൂട്ടി കഴിഞ്ഞാൽ കൂടുതൽ മെസ്സേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് വരെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്യാമ്പയിനിൽ ആദ്യം ചെയ്യേണ്ടത് മാനുവൽ ക്യാമ്പയിനാണത്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞു, അതായത് നമുക്ക് കോൺടാക്ട്സ് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തുകൊണ്ടുള്ള ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും, ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. ഇത് വരുന്നത് ക്യാമ്പയിൻ പറയുന്നത് നമ്പർ സേവ് ചെയ്യാത്ത മെസ്സേജുകൾക്ക് വരെ നമുക്ക് അയക്കാവുന്ന രീതിയിലാണ് ക്യാമ്പയിൻ വരുന്നത്. സിമ്പിളായിട്ട് മെസ്സേജ് അയക്കുന്ന ടൂളാണത്. അതായത് ഫസ്റ്റ് നമ്മൾ മാനുവൽ ഫില്ല് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ ഒന്നുകിൽ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് കൺട്രി കോഡ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഒരുപാട് നമ്പേഴ്സ് നമ്മുടെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എക്സലായിട്ട് ഉണ്ടെങ്കിൽ ആ എക്സൽ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ സോഫ്റ്റ്വെയർ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയും മെസ്സേജ് അയക്കാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ നമ്പർ അടിച്ചതിന് ശേഷം വാലിഡേറ്റ് അടിക്കുക, ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഏതാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട യൂട്ടിലിറ്റി മെസ്സേജ് ഒരിക്കലും ഇവിടെ അവൈലബിൾ ആവില്ല. നിങ്ങൾക്ക് യൂട്ടിലിറ്റി മെസ്സേജ് പിന്നെ വരുന്നത് വേറെയാണ്. മാർക്കറ്റ് മെസ്സേജാണ്. നമ്മൾ അറിയാത്ത നമ്പേഴ്സിലോട്ട് അയക്കുകയാണെങ്കിൽ മാർക്കറ്റ് മെസ്സേജ് മാത്രമേ നമുക്ക് ഇവിടെ ടെംപ്ലേറ്റ് മാത്രം ഈ നമ്പർ കൊടുത്ത എല്ലാവർക്കും മെസ്സേജ് പോകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ മെസ്സേജ് പോവും, ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ മെസ്സേജ് പോവും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കറക്റ്റായി നോക്കുക, ഫോൺ നമ്പർ കറക്റ്റായി നോക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം ഒറ്റ ക്ലിക്ക് തന്നെ മെസ്സേജ് പോകുന്നതാണ്. ഓക്കെ, ഞാൻ തൽക്കാലം ഒരു നമ്പറിലോട്ട് മാത്രമേ അയക്കുന്നുള്ളൂ. ഓക്കെ, വാലിഡേറ്റ് അടിക്കുന്നു. വാലിഡേറ്റ് അടിച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ വാലിഡ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും. അതിനുശേഷം ബ്രോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്ത നമ്പറിലോട്ട് ഓൺ ദ സ്പോട്ട് തന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജ് പോകുന്നതാണ്. അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, എത്ര മെസ്സേജ് പോയിട്ടുണ്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മെസ്സേജ് പോയിട്ടുണ്ട്, എത്ര മെസ്സേജ് ഡെലിവേർഡ് ആയിട്ടുണ്ട്, എത്ര മെസ്സേജ് ഫെയിൽഡ് ആയിട്ടുണ്ട്, എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളും എന്തും ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ മെസ്സേജും പോയിട്ട് ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ക്യാമ്പയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സിമ്പിളായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്ത് മാത്രം മതിയാവും. മെസ്സേജ് അയക്കേണ്ട നമ്പേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ അയക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു ഇതുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.